സർക്കാരിനെതിരെയുള്ള വിമർശനം കലാപാഹ്വാനമല്ലെന്ന് ഹൈക്കോടതി. വിയോജിപ്പും വിമർശനവും പ്രകടിപ്പിക്കുന്നവരെ ക്രിമിനൽ കേസ് ഉപയോഗിച്ച് അടിച്ചമർത്താനാകില്ലെന്നും ഇത് ഭരണഘടന അനുശാസിക്കുന്ന ജനാധിപത്യ തത്വങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും ഹൈക്കോടതി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെ സംഭാവനയ്ക്കെതിരെ വാട്സാപ്പിൽ കമന്റിട്ട കേസിലെ തുടർ നടപടികൾ റദ്ദാക്കിയാണ് കോടതി നിരീക്ഷണം. വിവരങ്ങളുമായി ഷബ്ന സിയാദ് ഉണ്ട്. ഷബ്ന, നിർണായകമായൊരു ഇടപെടലാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. വിവരങ്ങൾ. ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ അഭ്യർത്ഥിക്കുന്നത് നിയമപ്രകാരമുള്ള ഉത്തരവല്ലെന്നിരിക്കെ ഇതിനെതിരെ കമന്റ് ഇടുന്നത് നിയമലംഘനമാകില്ല എന്നും വിയോജിപ്പും വിമർശനവും പ്രകടിപ്പിക്കുന്നവരെ ക്രിമിനൽ കേസ് ഉപയോഗിച്ച് അടിച്ചമർത്തുന്നത് ഭരണഘടന അനുശാസിക്കുന്ന ജനാധിപത്യ തത്വങ്ങളോടുള്ള വെല്ലുവിളിയാണ് എന്നും വിലയിരുത്തിയാണ് ഈ കേസ് റദ്ദാക്കിയത്. 2 പേർക്കെതിരെയായിരുന്നു ഇത്തരത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തത്. കലാപാഹ്വാനം, ദുരന്ത കൈകാര്യ നിയമലംഘനം തുടങ്ങിയ വകുപ്പുകൾ ചേർത്തായിരുന്നു ഇത്തരത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തത്. തുടർന്നാണ് കോടതി ഈ സംഭാവന നൽകുന്നത് ജാഗ്രതയോടെ വേണമെന്ന പോസ്റ്റ് കലാപാഹ്വാനം ഉണ്ടാക്കാൻ പര്യാപ്തവും സംഭാവന തടയാൻ ലക്ഷ്യമിട്ടുള്ളതുമാണെന്ന പ്രോസിക്യൂഷന്റെ വാദം അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. ദുരിതാശ്വാസ നിധിയുടെ ഉപയോഗത്തെക്കുറിച്ചുള്ള ചർച്ചയുടെ ഭാഗമായി ഫണ്ട് ദുരുപയോഗത്തെക്കുറിച്ച് ഭരണകക്ഷിക്കെതിരെ അഭിപ്രായം പറയുന്നത് കലാപാഹ്വാനമാകുന്നു എന്ന് പറയുന്നത് അസംബന്ധമാണ് എന്നായിരുന്നു ജസ്റ്റിസ് VG അരുണിന്റെ നിരീക്ഷണം. സർക്കാരിനോ ഒരു വിഭാഗം ജനതയ്ക്കോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ക്രിമിനൽ കേസ് എടുക്കുന്നത് പാടില്ല. അഭിപ്രായ സ്വാതന്ത്ര്യം ഭരണഘടന അനുവദിക്കുന്നുണ്ട് എന്നും ജനാധിപത്യത്തിൽ ന്യായമായ വിമർശനവും വിയോജിപ്പും പ്രകടിപ്പിക്കാനുള്ള അവകാശം പൗരന്മാർക്കുണ്ട് എന്നും കോടതി നിരീക്ഷിച്ചാണ് ഈ കേസിലെ തുടർ നടപടികൾ റദ്ദാക്കിയത്. ഷബ്ന സിയാദാണ് ലീഗൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.